അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹറമൈൻ എക്സ്പോയിലെ ആദ്യ സ്റ്റാളിലാണ് നമ്മൾ സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത്. ഹറമൈൻ എക്സ്പോയിലെ ആദ്യ സ്റ്റാളിലേക്ക് കയറുന്നത് ബാബു ബനി ഷൈബ എന്ന കവാടത്തിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്കേയുള്ള കവാടമാണ് ബാബു ബനി ഷൈബ. എന്നാൽ പിന്നീട് 967 ഒക്ടോബർ 22 മത്താഫിന്റെ വിപുലീകരണാർത്ഥമാണ് ബാബു ബനി ഷൈബ പൊളിക്കുന്നത്. ബാബു ബനി ഷൈബ ഹറമിന് തൊട്ട് മുമ്പാണ്. ഇതിന് മുമ്പേ വരേണ്ട സൂക്കിലേക്കാണ് നമ്മൾ സന്ദർശിക്കുന്നത്. ബാബു ബനി ഷൈബ സൂക്കിന്റെ മുമ്പാക്കിയത് എക്സ്പോക്ക് ഒരു കവാടം, സ്റ്റാളിനൊരു കവാടം എന്ന തരത്തിലാണ്. സൂക്കിലേക്ക് കടക്കാം. അറേബ്യയിൽ പുരാതനമായൊരു സൂക്കിലൂടെയാണ് നമ്മൾ ഹറമിൻ്റെ മുറ്റത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഹറമിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട സൂക്കല്ലയിൽ, അതുപോലെ സൂക്കൽ മുദ്ദ എന്നിങ്ങനെ രണ്ട് തരം സൂക്കുകളാണ് പ്രധാനമായും ഹറമിൻ്റെ സമീപത്തായിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ പുരാതന കാലത്ത് നിലനിന്നിട്ടുള്ള ഒരു സൂക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു ആവിഷ്കാരം കൊണ്ടുപോകുന്നത് ഹറമിൻ്റെ മുറ്റത്തേക്ക്. നമുക്ക് ഹറമിൻ്റെ മുറ്റത്തേക്ക് നീങ്ങാം. ആദ്യകാലത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബ 9 അടിയായിരുന്നു. എന്നാൽ പിന്നീട് ഖുറൈശികളാണ് അത് 18 അടിയാക്കി ഉയർത്തുന്നതും മേൽക്കൂര സ്ഥാപിക്കുന്നതും. കഅബ പിന്നീട് 27 അടിയാക്കി ഉയർത്തുന്നത് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്നവരാണ്. കഅബക്ക് ആദ്യകാലത്ത് 2 വാതിലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഖുറൈശികളുടെ സമ്മതമില്ലാതെ പലരും കഅബയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വാതിൽ അവർ പൂർണ്ണമായിട്ട് അടക്കുകയും ഉള്ള വാതിൽ തന്നെ കുറച്ച് ഉയർത്തിൽ ആക്കുകയും ചെയ്തു. മക്കാം ഇബ്രാഹിമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ താഴ്കുടത്തിന് കീഴിലുള്ളത് മാത്രമേ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ചുറ്റുമതിൽ മൊത്തം മത്താഫിൻ്റെ വിപുലീകരണാർത്ഥം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്കിനി സഫ മർവ കുന്നുകളിലേക്കൊന്ന് പ്രവേശിക്കാം. സഫ മർവ താഴ്വരകളിലെത്തുമ്പം സഫ മർവ ഈ 2 മലകളിലാണ് സായി എന്ന കർമ്മം ചെയ്യുന്നത്. ഇവിടെ ഇന്ന് വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ സഫ മർവയിൽ ഇന്ന് സഫ മർവ മസ്ജിദുൽ ഹറമിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഈ സഫ മർവയിൽ സായി ചെയ്യുന്ന സ്ഥലം 20 മീറ്റർ വീതിയായിരുന്നത് ഇന്ന് 40 മീറ്റർ വീതിയായിട്ട് ഉയർന്നിട്ടുണ്ട്. സഫ മർവ ഇന്ന് മസ്ജിദുൽ ഹറമിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇന്ന് വളരെ വലിയ സൗകര്യങ്ങൾ സഫ മർവയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സഫ മർവ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മിനയിലേക്കാണ് പ്രവേശിക്കുന്നത്. മിന താഴ്വാരത്തെത്തുമ്പോൾ ലക്ഷക്കണക്കായ ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച മിന ടെൻറ്റുകൾ നമുക്കിന്ന് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 1997 മിനയിലുണ്ടായിരുന്ന വലിയ തീപിടുത്തത്തിന് ശേഷമാണ് സൗദി ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു സംവിധാനം അവിടെ കൊണ്ടുവരുന്നത്. അതിന് മുൻകാലങ്ങളിലുള്ള ഒരു തുണിത്തരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ തമ്പുകളാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ നൽകിയിട്ടുള്ള ചിത്രങ്ങളും ഈ ആവിഷ്കാരങ്ങളുമെല്ലാം പൂർണ്ണമായും ഇവിടുത്തെ ദഅവ വിദ്യാർത്ഥികളുടെ കൈക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മിനയിലെ രാപാർക്കലിന് ശേഷം നമ്മൾ ചെന്നെത്തുന്നത് അറഫയിലാണ്. വളരെ ദുർഘടമായിരുന്ന അറഫ മല, ഇന്ന് അറഫ സംഗമഭൂമി ഇന്ന് വളരെ ലഘുവായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അറഫയിൽ ആദ്യകാലത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പാതയായിരുന്നെങ്കിൽ ഇന്ന് ഹൈവേകളും മെട്രോ സ്റ്റേഷനുകളൊക്കെ വന്നിട്ടുണ്ട്. ചൂട് സഹിക്കവയ്യാത്ത ഒരു സ്ഥലമാണ് അറഫ. ഇന്ന് അവിടെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സംവിധാനങ്ങളും മിസ്റ്റ് സ്പ്രേ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അറഫയിൽ നമ്മൾ മുസ്ദലിഫയിലേക്ക് എത്തുമ്പോൾ ഒരു സമതല പ്രദേശമാണ് മുസ്ദലിഫ. മുസ്ദലിഫയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ പെറുക്കിയെടുത്തിരുന്നത്. എന്നാൽ ഇന്ന് അത് പാക്കഡ് ആയിട്ടാണ് ലഭിക്കുന്നത്. അവിടെ കാര്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇന്ന് എത്തിയിട്ടില്ല. എന്നിരിക്കെ അവിടെ പോലീസ് സ്റ്റേഷനുകൾ, ബേസിക് ഫെസിലിറ്റീസ്, ക്ലിനിക്കുകളൊക്കെ ഇന്ന് എത്തിയിട്ടുണ്ട്. മുസ്ദലിഫയിൽ നിന്ന് എടുത്ത കല്ലുകൾ നമ്മൾ എറിയുന്നത് ജംറയിലാണ്. ജംറയിലേക്ക് കടക്കാം. പുരാതന രീതിയിലുള്ള ജംറയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ 3 തൂണുകളിലായിട്ടാണ് ജംറ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നിങ്ങനെ 3 പേരുകളിലാണ് ജംറ നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒറ്റ വിശാലമായ ചുമരിലേക്കാണ് നമ്മൾ കല്ലെറിയുന്നത്. എന്നാൽ പഴയ കാലത്ത് ഈ ഒരു തൂണുകളിലേക്കാണ് കല്ലെറിഞ്ഞിരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിന് ചുറ്റും നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ചുറ്റുമതിലിനാണ്. ഈ എറിയുന്ന തൂണിലേക്ക് എറിയുന്ന കല്ലുകൾ ഈ ചുറ്റുമതിലിനകത്ത് ഒരുമിച്ച് കൂടിക്കിടക്കുകയും പിന്നീട് ജീവനക്കാർ ഇത് കോരിയെടുത്ത് കൊണ്ടുപോയിട്ട് മുസ്ദലിഫയിൽ തിരിച്ചെത്തിക്കുന്ന രീതി പഴയ കാലത്ത് നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു ചുമരിൻ്റെ കീഴെ സ്ഥാപിച്ചിട്ടുള്ള തോണി ആകൃതിയിലുള്ള സംവിധാനത്തിലൂടെ ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബങ്കറിലേക്ക് ഈ കല്ലുകൾ ചെന്ന് വീഴുന്നുണ്ട്. പിന്നീട് ഇത് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ മുസ്ദലിഫയിലേക്ക് എത്തുന്ന ഒരു രീതിയും ഇന്ന് സൗദി ഭരണകൂടം അവിടെ നടത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയിട്ട് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളെല്ലാം അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ മസ്ജിദ് നബവിയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദർത്ത് ഷെരീഫ് സന്ദർശിക്കാനായി നമുക്ക് നീങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറയാനൊരിടം. ആദ്യകാലത്ത് ഇത് പൂർണ്ണമായിട്ടും ഓപ്പൺ ഏരിയ ആയിരുന്നു. പിന്നീട് ചുമരുകളാൽ ഇത് സംരക്ഷിക്കപ്പെടുകയും പിന്നീട് മരത്തിൻ്റെ അഴികളായിട്ടും പിച്ചള കൊണ്ടുള്ള അഴികളായിട്ടും പിന്നീട് ഇന്ന് കാണുന്ന തരത്തിൽ സ്വർണം പൂശിയ അഴികളായിട്ട് ഇത് പരിണമിച്ചിട്ടുണ്ട്. ഇത് സ്വർണം പൂശിയ അഴികൾ ഉണ്ടാക്കുന്നത് ഓട്ടോമൻ സാമ്രാജ്യ ശക്തികളാണ്. അവരുണ്ടാക്കിയതിൽ നിന്ന് ഇന്ന് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇന്നും മസ്ജിദ് നബവിയിൽ നമുക്ക് ചെന്നാൽ കാണാൻ സാധിക്കുന്നത്. ഇതോടുകൂടിയിട്ട് ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ള ദൃശ്യങ്ങൾ അവസാനിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റാളിലേക്ക് എത്തിച്ചേർന്നവർക്ക് ഇത് മാത്രമാണ് ഇന്ന് അവിടെ
നിലനിൽക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനായിട്ട് ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും അതുപോലെ ഇന്ന് വന്നിട്ടുള്ള ഇതിനുള്ള മാറ്റങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു QR കോഡ് സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു താരതമ്യ ഡോക്യുമെൻ്ററി പ്രദർശനം കൂടി ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് മൈദിൻ ദേവ വിദ്യാർത്ഥികൾ തന്നെയാണ്.